ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ കത്തിരിക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ എന്നൊക്കെ പറയുന്ന ഈ ഐറ്റം കഴിക്കാൻ മടിയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിന്ന് നല്ല കുഞ്ഞൻ വഴുതന കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് മൂക്കാത്ത വഴുതനങ്ങയായിരിക്കും ഇതിന് കുറച്ച് നന്നായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അധികം മൂക്കാത്ത വഴുതനയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഞങ്ങളിവിടെ നീളത്തിലും അതുപോലെ വട്ടത്തിലും ഈ കത്തിരിക്ക ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യം നമ്മൾ ഇതിനൊന്ന് മുറിച്ചെടുക്കുകയാണേ. ആദ്യത്തെ ഞാൻ ഇതുപോലെ നീളൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള വഴുതനങ്ങേനെ നമ്മളിതുപോലെ വട്ടത്തിൽ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത കൂട്ടുകാർ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് വഴുതനങ്ങ ഇഷ്ടമല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. കൂടെ നിങ്ങളുടെ ജില്ലയും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് പേഴ്സണലി വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്. വഴുതനങ്ങ പുളിങ്കറി ആയിട്ടും ഉപ്പേരി ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലും കഴിക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതാ ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ വഴുതനങ്ങയിൽ അത്യാവശ്യം കറയുണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാം. ഞാനിവിടെ സാധാ വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതുപോലെ മുഴുവനൊന്നും വട്ടത്തിൽ മുറിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ മുഴുവൻ വഴുതനങ്ങ കഷ്ണങ്ങളിൽ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൽ കറയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടായിരിക്കും. ആദ്യം തന്നെ നമ്മളിതിനെ വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നോക്കൂ, ഇത്രയും കറ നമ്മുടെ വഴുതനങ്ങയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വഴുതനങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ കയ്പ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ വെള്ളത്തിലിടണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. കണ്ടോ, വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്നവരെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണേ. ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി അത്യാവശ്യം നല്ലൊരു കളർ കൊടുക്കും വഴുതനയ്ക്ക്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ ഒരു പിഞ്ച് അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറവായിരിക്കും. അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ഉപയോഗിക്കാം. ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടി ആയതുകൊണ്ട് അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വഴുതനങ്ങ ഫ്രൈയുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വഴുതനങ്ങ കൂടി നമ്മളിതുപോലെ ഒന്നും കൂടി മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ്, ഗരം മസാല ഇതൊക്കെ തന്നെയാണ് ഇതിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും നമ്മളിതുപോലെ മാറ്റി വെച്ചു. ഇനി നമ്മളൊരു ദോശക്കല്ലിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ വേവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കനം കുറച്ചുമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ നമ്മുടെ ഓരോരോ വഴുതനങ്ങ കഷ്ണങ്ങളെയും ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും ബാലൻസ് ഒന്നും വരില്ല കേട്ടോ. വഴുതനങ്ങ പ്രത്യേകിച്ച് നന്നായിട്ട് എണ്ണ കുടിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് നിരത്തി വെക്കട്ടെ. ഇത് അടിഭാഗം കുറച്ച് ഒരു കുഴിവുള്ള ദോശക്കല്ലായതുകൊണ്ട് എണ്ണ നമുക്ക് നടുവിൽ മാത്രം ഇത്തിരി പുരണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ ദോശക്കല്ലിനെ ഞാനൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സൈഡിലും എണ്ണ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കത്തിരിക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കത്തിരിക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.